നമസ്കാരം. നാളെ നാഗപഞ്ചമിയാകുന്നു. നാഗങ്ങൾ നമ്മുടെ കാവൽ ദേവതകൾ തന്നെയാണ്. നമ്മെ സ്വന്തം മക്കളായി തന്നെ കരുതുകയും അറിവും ഭാഗ്യവും ചൊരിയുന്ന ദേവതകൾ തന്നെയാണ് നാഗദേവതകൾ. ഈ വർഷം നാഗപഞ്ചമി ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയാണ് വരുന്നത്, അതായത് നാളെ. ഇതേക്കുറിച്ച് വിശദമായി തന്നെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ തീർച്ചയായും നാളെ വീടുകളിൽ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 100 വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന മഹാഭാഗ്യമാണ് നാളെ. അതിനാൽ ഇന്നേ ദിവസം ജീവിച്ചിരിക്കുന്നവർക്ക് നാഗങ്ങളുമായി മുൻജന്മ ബന്ധമുണ്ട് എന്ന് കരുതാവുന്നതുമാണ്. ഈ ദിവസം നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, പ്രത്യേകമായ സമയങ്ങൾ, അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് സമയത്തെക്കുറിച്ചാകുന്നു. പൂജാ സമയം വരുന്നത് വെളുപ്പിന് 5:47 മുതൽ 8, അതായത് രാവിലെ 8:27 വരെയുള്ള സമയമാകുന്നു. അതിനാൽ ഈ സമയം വിളക്ക് തെളിയിക്കുന്നതും ഭഗവാനെ, നാഗദൈവങ്ങളെ, നാഗദേവതകളെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. വെള്ളിയാഴ്ചയും പഞ്ചമിയും കൂടി വരുന്നതിനാൽ അതീവ ശുഭകരമായ ദിവസം എന്ന് തന്നെ പരാമർശിക്കാം. അത്രമേൽ ശുഭകരമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവസമാണ് നാളെ ഓഗസ്റ്റ് 9 രാവിലെ ഈ സമയം പൂജ ചെയ്യേണ്ടതാകുന്നു. മുൻപ് പരാമർശിച്ച ആ സമയത്ത് പൂജകൾ ചെയ്യുക. ഈ സമയം ഏറ്റവും കൂടുതൽ നാഗങ്ങളുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് പറയുക. അത്രമേൽ അനുഗ്രഹം നാഗദൈവങ്ങൾ ചൊരിയുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം വിളക്ക് കെടാതെ കൊളുത്തുന്നതും നാഗമന്ത്രങ്ങൾ, പ്രത്യേകിച്ചും അഷ്ടനാഗസ്തുതി ജപിക്കുന്നതും ഓം നമശിവായ അഥവാ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു. നാളെ സാധാരണയായി വിളക്ക് തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകമായി അധികമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നാളെ താലത്തിൽ സമർപ്പിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുന്നത് കൂടുതൽ പ്രയോജനകരമായി തീരും എന്ന കാര്യം ഓർക്കുക. നാളെ ആ വസ്തുക്കൾ തീർച്ചയായും നിങ്ങൾ സമർപ്പിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന സമയം നാം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ അഷ്ട ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നാഗപ്രീതി ഇരട്ടിക്കുന്നതാകുന്നു, അഥവാ നാഗപ്രീതി വന്നു ചേരും. നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. രാവിലെയോ വൈകുന്നേരമോ 2 നേരവും വീടുകളിൽ നാളെ വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. എന്നാൽ ജീവിത സാഹചര്യത്താൽ സാധിക്കുന്നില്ല എങ്കിൽ 1 നേരമെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണയായി വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കിണ്ടിയിൽ ജലം കൂടി ഒപ്പം വയ്ക്കുന്നതാകുന്നു. വിളക്ക് തെളിയിക്കുന്നതിൻ്റെ അഥവാ വിളക്കിൻ്റെ വലതുവശത്തായി തന്നെ വിളക്കിൻ്റെ അടുത്തായി കിണ്ടിയിൽ ജലം വയ്ക്കുക, നിറച്ച് വയ്ക്കുക എന്ന കാര്യമാണ് സാധാരണ ഏവരും ചെയ്തു പോരുന്നത്. വാൽഭാഗം നമുക്ക് എതിർദിശയിൽ, അതായത് നമ്മെ ഫേസ് ചെയ്യാത്ത വിധം വയ്ക്കണം. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ തുളസിയാണ് നാം കിണ്ടിയിൽ സമർപ്പിക്കുക. ഏവരും അത്തരത്തിൽ തന്നെയാണ് ചെയ്തു പോരുന്നത്. എന്നാൽ നാളെ വിശേഷാൽ നാഗപഞ്ചമി ആയതിനാൽ തന്നെ ഇനി പറയും വിധം നിങ്ങൾ ജലം വീടുകളിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. 1 നുള്ള് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ 1 നുള്ള് അല്ലെങ്കിൽ ഒരൽപ്പം മഞ്ഞൾ കഷ്ണം, അതായത് 1 മഞ്ഞൾ കഷ്ണമെങ്കിലും കിണ്ടിയിൽ ഇടുന്നത് ശുഭകരമാകുന്നു. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ലളിതമായ ഒരു കാര്യമാണ് ഇത്. എന്നാൽ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യവും. ശേഷം വിളക്കിന് സമീപം തന്നെ സാധാരണ നിങ്ങൾ എപ്രകാരമാണോ വയ്ക്കുന്നത് അതേപോലെ തന്നെ വയ്ക്കുക. അല്ലെങ്കിൽ മഞ്ഞൾ ഇപ്രകാരം ഇടാൻ സാധിക്കാത്തവരാണ്, അഥവാ കിണ്ടി നിങ്ങൾ ജലം വയ്ക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക. മഞ്ഞൾ പൂജാമുറിയിൽ വയ്ക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ അല്പം പാൽ അതിലേക്ക് ഒഴിക്കുന്നതും ശുഭകരമാണ്, അഥവാ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഒരല്പം പാലാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങളുണ്ട് എങ്കിൽ ആ ശത്രുദോഷങ്ങളെ ഒഴിവാക്കുവാൻ സഹായകരമാണ്.
നാവേറ് ഉണ്ട് എങ്കിൽ അത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. കൂടാതെ ദൃഷ്ടിദോഷത്താൽ പലരും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകുന്നു അഥവാ വലയുന്നവരാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയും. എന്നാൽ നാഗദേവതകളുടെ അനുഗ്രഹത്താൽ ഒരു കാര്യം നാളെ വൈകുന്നേരം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഇവ എല്ലാം തന്നെ ഇല്ലാതെ ആകുന്നതുമാണ്. എല്ലാ ദോഷങ്ങളും മാറി ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. മേൽ പരാമർശിച്ചതായ ദോഷഫലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സഹായകരം തന്നെയാണ്. ഇതിനായി ആവശ്യമായിട്ടുള്ളത് 5 വസ്തുക്കളാണ്. അതിൽ ആദ്യത്തേത് ഭസ്മമാണ്. രണ്ടാമത്തേത് വസ്ത്രത്തിന്റെ ഇഴയാകുന്നു. 5 വറ്റൽമുളക്, 5 കുരുമുളക്, അല്പം കടുക്, ഉപ്പ്, കഴിവതും കല്ലുപ്പ് തന്നെ നിങ്ങൾ എടുക്കുക. 3 തവണ നിങ്ങളെ ഒഴിയുക. നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഇത്തരത്തിൽ ഒഴിയാവുന്നതാണ്. വീടിന് പുറത്തായി തന്നെ ഈ വസ്തുക്കൾ മുഴുവനായും കത്തിക്കണം. ആ കാര്യമാണ് പിന്നീട് ചെയ്യേണ്ടത്. കത്തിച്ചതിന് ശേഷം കൈയും കാലും മുഖവും കഴുകിയതിന് ശേഷം വീടിനകത്തേക്ക് പ്രവേശിക്കുക. പിറ്റേന്ന് ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ ഒരു പുഷ്പാഞ്ജലി നടത്തുക. ഇനി ഏവരുടെയും പേരിൽ നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്താവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എത്ര വലിയ നെഗറ്റീവ് ഊർജമായിരുന്നാലും അവ എല്ലാം തന്നെ ഇല്ലാതാകുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യം ഓർക്കുക. നാളെ പ്രത്യേകിച്ചും കുളിക്കാതെ ഇരിക്കരുത്. കുളിച്ച് ശുദ്ധിയോടെ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ. പകലുറക്കം പാടുള്ളതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥന ഇടയ്ക്ക് വച്ച് നിർത്താൻ പാടുള്ളതല്ല, പൂർത്തിയാക്കേണ്ടതാകുന്നു. പൂർണ്ണമായതിനു ശേഷം മാത്രമേ എണീക്കുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. സഹായം ആര് തന്നെ ചോദിച്ചാലും അവരെ വെറും കൈയോടെ വിടരുത്. നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായം ചെയ്യുക. വീട്ടിൽ വരുന്നവർക്ക് ജലമെങ്കിലും നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നാഗങ്ങളുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും.